ഹലോ, അപ്പോൾ ഒരു സാമ്പാറാവാം അല്ലേ? കഷ്ണങ്ങളെല്ലാം കൈ കിട്ടിയത് മൊത്തം വെട്ടിയെടുത്തു. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തോളൂ. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്കൊരു നഷ്ടമില്ല, എനിക്കൊരു സഹായമാവും, ഒരു കോൺഫിഡൻസ്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം മീതെ നിൽക്കേണ്ട പച്ചക്കറിക്ക് ഒരു ഉപ്പത്തിനൊപ്പം നിർത്തി ഫിസിലിട്ട് ഒരു 3 ഫിസിൽ. അപ്പോഴത്തേക്കും നമ്മൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വേറൊരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ടിട്ട് ആ കടുക് ഒന്ന് പൊട്ടണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കടുക് വറുക്കാൻ സാമ്പാറിന് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും സമം എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഇടുമ്പോൾ തന്നെ കരിവേപ്പില ഇടണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കരിവേപ്പില ഉണങ്ങിപ്പോയതാട്ടോ, ഇവിടെ ഫ്രഷ് കിട്ടാനില്ല. അപ്പോൾ നന്നായിട്ട് എന്നിട്ട് മൂപ്പിച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ മണമൊക്കെ വരും. സാമ്പാറിൻ്റെ മണം ഇതിലാന്ന് തോന്നും, അങ്ങനൊരു മണം വരും. അപ്പോൾ കുറച്ച് കായം ഇട്ട് കൊടുക്കുക. കായം നമ്മൾ സാമ്പാറിലിടില്ല, കടുക് വറുക്കുമ്പോൾ അതിൽ താളിച്ചായിരുന്നു. അപ്പോൾ ഇതിലിട്ട് ആ കായവും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ അടിപൊളി സ്മെല്ലാവും. നമ്മളെ കിച്ചൺ നിറയെ സാമ്പാറിൻ്റെ മണമായിരിക്കും. ഈ പരുവാകുമ്പോൾ നമ്മളെ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ സാമ്പാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്. അടുത്തൊരു ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം.